അച്ഛനാണെങ്കിൽ ഉം. ഒരു ദിവസം പറഞ്ഞിട്ട് ഈ കയ്യിലൂടെയും ഉം. കണ്ണിലൂടെയും ഉം. വായിലൂടെ നമുക്ക് പവർ വിടാൻ പറ്റുമെന്ന്. ആ ഒരു ഉം. ഒരു എനർജിക്കൽ ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റും. ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പം കാർട്ടൂൺ അതും ആനിമിക്കത്തും കാണുന്ന പോലെ ആ ഒരു തരത്തിലുള്ള അതൊരു അതും എനർജിയാണ് അവർ പറഞ്ഞത്, എക്സാജറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സംഭവം തന്നെ നമുക്ക് ഇത് നമ്മുടെ വിഷൻ കണ്ണിലൂടെ കാണുന്ന പോലെ തന്നെ നമുക്ക് വിടാൻ പറ്റും. ആ ഒരു തിരിച്ചെടുക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, എങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഒരു കാര്യം, ഒരു ഓബ്ജക്റ്റിനെ കാണുന്നത് എന്താ? അതൊരു എനർജി അല്ലേ? എനർജി. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ഫ്ലവർ വേസ് ഇരിപ്പുണ്ട്. ഈ ഫ്ലവർ വേസിനെ കാണുന്നതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എനർജി പുറപ്പെടുവിക്കുന്നുണ്ട്, ഒരു ലൈറ്റ് അത് പുറപ്പെടുവിക്കുന്നുണ്ട്. ആ ലൈറ്റ് എനർജി നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൽ വന്ന് തട്ടിയിട്ട് അതിനെ ഡീകോഡ് ചെയ്താണ് അകത്തോട്ട് പോകുന്നത്, ഇല്ലേ? അപ്പോൾ അത് ലൈറ്റ് എനർജിയാണ്. ആ ഇമേജ് തന്നെ ഒരു ലൈറ്റ് എനർജിയാണ്. അതിന് നമ്മൾ സെൻസ് ചെയ്ത് അതിനെ ഡീകോഡ് ചെയ്തിട്ടാണ് നമ്മളതൊരു ഓബ്ജക്റ്റായിട്ട് കാണുന്നത്. ഇനി ആ ഓബ്ജക്റ്റിന് നമ്മൾ നമ്മുടെ ഇൻ്റലക്ച്വൽ സിസ്റ്റം ഒരു പേരിട്ടിട്ടുണ്ട്. ഇത് മണി പ്ലാന്റ് എന്ന് പറയുന്ന ചെടിയാണ്, അതൊരു പ്ലാസ്റ്റിക് ബോട്ടാണ്, ഇതിനകത്ത് വെള്ളത്തിനകത്ത് ഇതിങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ്. ഇതെല്ലാം നമ്മുടെ നോളജ് സിസ്റ്റമാണ്. അപ്പോൾ നോളജ് സിസ്റ്റവും വിഷ്വലും കൂടെ ചേർന്ന് വരുമ്പോഴാണ് അത് നമുക്കൊരു മെസ്സേജായിട്ട് ഒരു ഇൻഫർമേഷനായിട്ട് മാറുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? സോ ഇതേ കാര്യം തന്നെ കണ്ണിലൊന്ന് തിരിച്ച് അങ്ങോട്ടും വിടാൻ പറ്റും. കണ്ണ് അബ്സോർബ് ചെയ്യുന്നത് പോലെ, എനർജിയെ കണ്ണ് സ്വീകരിക്കുന്നത് പോലെ കണ്ണിലൂടെ നമുക്ക് എനർജി അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പണ്ട് സ്കൂളിൽ ഒരു എക്സ്പെരിമെൻ്റ് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. ഓർത്ത് നോക്കിയേ, കുറച്ച് പഞ്ഞി വെക്കുന്നു, എന്നിട്ട് ഒരു മിറർ എടുക്കുന്നു, അതായത് ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺഫ്ലക്സ് ലെൻസ്. എന്നിട്ട് സൂര്യൻ്റെ പ്രകാശത്തെ ഈ ലെൻസിലൂടെ നമ്മൾ ആ പഞ്ഞിയിലേക്ക് കുറച്ച് സമയം ഇങ്ങനെ കോൺസെൻട്രേറ്റ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ പഞ്ഞി എന്ത് ചെയ്തു? കത്തുന്നു. അതങ്ങനെ എനർജി പോയെ? സൂര്യൻ്റെ പ്രകാശത്തെ ഈ ലെൻസിലൂടെ നമ്മൾ ആ ഓബ്ജക്റ്റിനകത്തേക്ക് പാസ് ചെയ്യുവാണ്, അല്ലേ? ഇല്ലേ? പാസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പറ്റും. സോ കണ്ണെന്ന് പറയുന്ന ഒരു ലെൻസ് അല്ലേ? റൈറ്റ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ എനർജിയെ, സൂര്യൻ്റെ പ്രകാശത്തെ എങ്ങനെയാണോ ഈ ലെൻസ് വഴി നമ്മൾ കോട്ടണിലേക്ക് ഫോക്കസ് ചെയ്തത്, സെയിം വേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന, നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ എനർജിയെ നമുക്ക് കണ്ണെന്ന് പറയുന്ന ലെൻസിലൂടെ ആ ഓബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ആ വിഷയങ്ങളിലേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം. മറ്റത് അറിയാതെ വരും, ഇങ്ങോട്ടുള്ളത് അറിയാതെ വരും, അങ്ങോട്ടുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം, അല്ലേ? മറ്റത് നമ്മൾ ലെൻസ് കൊണ്ട് വെച്ചാലല്ലേ വെക്കുകയുള്ളൂ, അത് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് നമ്മൾ ഇൻറ്റൻഷനലി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലേ? സോ സെയിം വേ നമ്മുടെ കണ്ണെന്ന് പറയുന്ന ലെൻസിലൂടെ നമ്മൾ ആ പവറിനെ നമ്മൾ പാസ് ചെയ്യണം. അത് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ശബ്ദത്തിലൂടെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഞാൻ ഇപ്പം ആനമിക്കാത്തന്നേരം ഇപ്പം കാർട്ടൂണിനകന്നാലും ഒരു കല്ല്, ഒരു പാറ, ഒരു പാറമട തന്നെ പൊട്ടിക്കാൻ ഇതിനെ പറ്റും. ഇത് സാധാരണ ചില ആൾക്കാർ, മെൻ്റലിസം ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത് കാണിച്ചിട്ടില്ല. ചെറിയ എക്സാമ്പിൾസ്, ചില ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന, അവർ ആ പവർ കൊടുത്ത് കണ്ണിലൂടെ അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ ആ പവറിന് ആ ഓബ്ജക്റ്റിൽ കൊടുത്ത് ആ ഓബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിച്ച് അവർ കാണിക്കും. സോ അത് ആ എനർജിയുടെ ഒരു ചെറിയൊരു ട്രാൻസ്മിഷനാണ്. സോ ഒരു ചെറിയൊരു ഓബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പാറയും പൊട്ടിക്കാൻ പറ്റും. സോ പ്രിൻസിപ്പിൾ സെയിം ആണ്, പക്ഷേ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് ഡിഫറൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ പോസിബിളാണ്. പാറയെ പൊട്ടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പൊട്ടിക്കാൻ പറ്റും. ഒരു ഓബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാധീനിക്കാൻ പറ്റും. ഓക്കെ. ദൈവത്തിൻ്റെ ജീവനെ ഉള്ളിൽ വഹിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തിൻ്റെ ജീവനെ ഉള്ളിൽ വഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രീക്വൻസിയാണ്, അതൊരു എനർജിയാണ്. സോ ആ എനർജിയെ ഉള്ളിൽ വഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് ആ എനർജി വഴി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്തുള്ള ചില വിഷയങ്ങളെ നമുക്ക് ആ എനർജി പാസ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് മാറ്റാൻ പറ്റും, ഒരു വസ്തുവിലേക്ക് മാറ്റാൻ പറ്റും, ചില വസ്തുതകൾ ഉണ്ടാക്കാൻ പറ്റും, ചില വസ്തുതകൾ നിർവീര്യമാക്കാൻ പറ്റും. സോ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള എനർജിയെ പല രീതിയിൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് ആ വിഷയത്തിനകത്തേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവൈൻ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്നൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെന്യുവനായിട്ട് നടക്കുന്ന കാര്യങ്ങളുണ്ട് ഇതുപോലെ. മനസ്സിലായി. ഓക്കെ. ഇപ്പോൾ ജോയിൽ മാനസികമായിട്ട് ആകെ വിഭ്രാന്തിയിലിരിക്കുകയാണ്, ഇരിക്കട്ടെ, സ്ട്രെസ്സിലിരിക്കുകയാണ്, സ്ട്രെയിനിലിരിക്കുകയാണ്, അതൊരവസ്ഥയാണ്. സോ ജോയിൽ ഒരു വ്യക്തിയുടെ അടുത്ത് വന്നിരുന്ന് ഇതിന് ഒരു റെമഡി ചോദിക്കുവാണ്. സോ ആ വ്യക്തി ജോയലിൻ്റെ മനസ്സിനേക്കാളും സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിലിരിക്കുന്ന മാനസിക സ്ട്രെങ്തിനെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ സമീപനത്തിനകത്തുകൂടെ ജോയലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ എനർജി എന്ത് ചെയ്യാം, അദ്ദേഹത്തിലിരിക്കുന്ന മൈൻഡ് പവറിൻ്റെ എനർജിയെ വാക്കുകളിലൂടെ, ആശയങ്ങളിലൂടെ, സാമീപ്യത്തിലൂടെ ജോയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജോയൽ ഇപ്പോൾ ആയിരിക്കുന്ന ആ മാനസിക വ്യഥയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ അത് മതി.
ഓക്കെ, അതുകൊണ്ടാണ് ചില വ്യക്തികളുടെ അടുത്ത് പോയിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു എന്തോ ഒരു ഉന്മേഷം തോന്നും, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നും, ആ ഒരു പോസിറ്റീവ് വൈബ് തോന്നും. ചില വ്യക്തികളുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു വിമിഷ്ടം തോന്നും, ഒരു അസ്വസ്ഥത തോന്നും. ഓക്കെ, സോ അത് എനർജി ട്രാൻസ്മിഷനാണ്. ചിലത് അറിഞ്ഞുകൊണ്ട് വരുന്നു, ചിലത് അറിയാതെ വരുന്നു. ഓക്കെ, ജോയിൽ നല്ല ഫോറിൻ ഒരു പെർഫ്യൂം ഷർട്ടിൽ സ്പ്രേ ചെയ്തു. ആ ഷർട്ട് നനയ്ക്കാതെ ഒരാഴ്ച അവിടെ തൂക്കിയിട്ടിരുന്നാലും ആ ഷർട്ടിനകത്ത് അതിൻ്റെ ഫ്രാഗ്നൻസ് കാണും. അത് കാണും ഇല്ലേ? കാണും. ആ ഷർട്ട് ഇട്ടുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ആ പോകുന്ന സ്ഥലത്തെല്ലാം ആ മണം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ പറ്റും. ആ മറ്റുള്ളവരിലേക്ക് റിസീവ് ആകുന്നത് എങ്ങനെയാണ്? സോ ആ ഒരു മണം, പെർഫ്യൂമിൻ്റെ ആ ഒരു പവർ, ആ എനർജി കാറ്റിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുവാണ്, അറിയാതെ എത്തുവാണ്. ഇതുപോലെ അറിഞ്ഞുകൊണ്ട് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട്. ഓക്കെ, അപ്പം ഒരിടത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എനർജി ട്രാൻസ്മിഷൻ ചെയ്യുന്നത് പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിളൊക്കെ പറയുന്നത്. അപ്പോൾ അറിയാതെ പോസിബിൾ ആണെങ്കിൽ അറിഞ്ഞുകൊണ്ട് പോസിബിൾ. അപ്പോൾ കണ്ണിലൂടെ വിടാൻ പറ്റുമോ? പറ്റും. ശബ്ദത്തിലൂടെ വിടാൻ പറ്റുമോ? പറ്റും. അത് വിസിബിൾ ആക്കിക്കൊണ്ട് തന്നെ, എന്ന് വെച്ചാൽ നേത്ര കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലും ചെയ്യാൻ പറ്റും, അല്ലാതെയും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവർ ഈ അച്ഛനറിയാലോ ആ ഒരു അത് എക്സാജറേഷൻ എന്ന കാര്യമൊന്നും, അത് അവരുടെ ഇമാജിനേഷൻ അല്ല. അപ്പോൾ അതിനകത്ത് എന്ന് വെച്ചാൽ ആ കാർട്ടൂൺ അത് കാണുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ അതിനെ എക്സാജറേറ്റ് ചെയ്ത് കാർട്ടൂണിൽ കാണിക്കുന്നത്. കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെറിയ കാര്യത്തെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുമ്പോഴാണ് അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ എക്സാജറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ കാർട്ടൂൺ എന്ന് പറയുന്നത് എക്സാജറേറ്റഡ് ഫോമാണ്. അതിൻ്റെ ആക്ച്വൽ ഫോമിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു വേറൊരു സ്ട്രീമിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബൈബിളിനകത്ത് ജീസസ് ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറയുന്നു, അത് എക്സാജറേറ്റ് ചെയ്ത കാര്യമാണ്. ശരിക്കുള്ള കാര്യം അങ്ങനെ ആയിരിക്കത്തില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം എക്സാജറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ അതിനൊരു പൊലിപ്പുണ്ടാവുള്ളൂ, ആകർഷണം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഫാൻറ്റസികളിൽ നടക്കുന്നത് പോലെയാണ് ഈ മതഗ്രന്ഥങ്ങളിനകത്ത് എഴുതിയിരിക്കുന്നത്. അതെ.